ഹലോ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മളെ ടെക്സ്റ്റിലുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? ഗിവൺ ബിലോ ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് 1 day in 14 towns. മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ. നമ്മളോട് ഒരു ആവർത്തി പട്ടിക ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 40 പട്ടണങ്ങളിൽ ഒരു ദിവസത്തെ ഉയർന്ന താപനിലയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ഇൻ്റർവെൽ ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ക്ലാസ് ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾക്ക് ഇവിടെ എന്താണ് 20 മുതൽ എടുക്കേണ്ടി വരും അല്ലേ. കാരണം 20 to 20-നേക്കാളും വലിയ നമ്പേഴ്സേ ഇതിലുള്ളൂ. 20-നേക്കാളും താഴെയുള്ള ഒറ്റ നമ്പർ പോലും ഇതിലില്ല. അപ്പോൾ നമുക്ക് 20 to, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർവെൽ എടുക്കാം. 20 to 25, 25 to 30. ഇനി അങ്ങോട്ട് ഒരു ഇൻ്റർവെൽ എടുക്കുമ്പോൾ നമ്മൾ ബാക്കിയൊക്കെ എന്തായിരിക്കും? ആ സെയിം ആയിരിക്കും. ഇതിൻ്റെ ഇടയിലുള്ള ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയാണ്? 5 തന്നെയാണ്. അപ്പം 20 to 25 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 25 അല്ലേ ഉള്ളത്. അതുപോലെ തന്നെ 25 to 30 എന്ന് പറയുമ്പോഴും അതിൻ്റെ ഇടയിലുള്ള ഒരു ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? 5 തന്നെയാണ്. അതായത് 30 25 കുറച്ചാൽ 5 അല്ലേ. 25 20 കുറച്ചാലും 5 ആണ്. അങ്ങനെ ആയിരിക്കും നമ്മുടെ ഇൻ്റർവെല്ലിൽ ഫുള്ളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റോ 30 to 35, 35 to 40, 40 to 45, 45 to 50, 50 to 55 ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ല. നമുക്കിപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എഴുതാം. അപ്പോൾ നമുക്ക് ടാലി മാർക്സ്, ഇനി നമുക്ക് ടാലി മാർക്സ് ഇടാം. അപ്പോൾ നമ്മൾ തന്ന ഡാറ്റയിൽ നോക്കണം എന്തൊക്കെയാണ്. അപ്പോൾ 41 ഏതൊരു ഇൻ്റർവെല്ലിലാണ് വരുന്നത്? 41 എന്ന് പറയുമ്പോൾ നമുക്ക് 40 to 45, 40 മുതൽ 45 വരെയുള്ള എല്ലാം ഈ ഒരു ഇൻ്റർവെല്ലിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിലാണ് വരിക. ഇനി 23 ഇതിൽ വരും, 32 ഈ ഒരു ഇൻ്റർവെല്ലിൽ വരും, 40 ഇതിലാണ് വരുന്നത്, ഇതിലാണ് വരുന്നത് അല്ലേ. 40 എന്ന് തുടങ്ങുന്ന ഈ ഒരു ഇൻ്റർവെല്ലിൽ വരും. ഇതിൽ 35 മുതൽ 40 വരെ എന്നാണ്. അപ്പോൾ 40 നമ്മൾ ഇതിൽ ഉൾപ്പെടില്ല. ഇതിലാണ് നമ്മൾ 40 ഉൾപ്പെടുത്തുന്നത്. ഇനി 25 ഈ ഒരു ഇൻ്റർവെല്ലിലാണ് വരുന്നത്. 30 ഈ ഒരു ഇൻ്റർവെല്ലിലാണ് വരുന്നത്. ഇതിലല്ല വരിക, ഈ ഒരു ഇൻ്റർവെല്ലിലാണ്. ഇനി 38 ഈ ഒരു ഇൻ്റർവെല്ലിൽ വരും. 47 ഈ ഒരു ഇൻ്റർവെല്ലിലാണ്. 40 ഇതിലാണ് വരുന്നത്. ഇനി 39 ഈ ഒരു ഇൻ്റർവെല്ലിൽ വരും. ഇനി 26 ഈ ഒരു ഇൻ്റർവെല്ലിലായിരിക്കും വരുന്നത്. 31 ഇവിടെ ആയിരിക്കും. നെക്സ്റ്റ് ഉള്ളത് എന്താണ്? 37 ആണ്. 37 ഈ ഒരു ഇൻ്റർവെല്ലിലല്ലേ വരിക. ഇനി 32 ഈ ഒരു ക്ലാസ്സിലാണ് വരുന്നത്. 36 ഈ ഒരു ക്ലാസ്സിലാണ് വരുന്നത്. 41 ഇതിലല്ലേ വരിക. 30 ഇതാ ഇതിലാണ് വരിക. അല്ല, ഇതിലാണ് വരുന്നത് അല്ലേ. 30 to 35 എന്നുള്ളൊരു ക്ലാസ്സിലാണ് ഇത് വരുന്നത്. 25 ഇതിൽ വരും. 27 അതിൽ തന്നെ വരും. നെക്സ്റ്റ് 30 ഇവിടെയാണ് വരുന്നത് അല്ലേ. ഇനി 29 ഇതാ ഇവിടെ വരും. 40 ഇതാ ഇതിലാണ് വരിക. ഇനി 38 ഈ ഒരു ഇൻ്റർവെല്ലിലാണ് വരുന്നത്. 36 ഇതാ ഇവിടെ വരും. 43 ഈ ഒരു ഇൻ്റർവെല്ലിൽ വരും. 37 ഈ ഒരു ഇൻ്റർവെല്ലിലല്ലേ വരുന്നത്, ഈ ഒരു ക്ലാസ്സിലല്ലേ വരുന്നത്. ഇനി 28 ഇതാ ഇതിലാണ് വരിക. 27 അതിൽ തന്നെയാണ് വരിക അല്ലേ. ഇനി 32 ഈ ഒരു ഇൻ്റർവെല്ലിൽ വരും. 36 ഇതാ ഇവിടെ വരും ഇല്ലേ. 36 അതിൽ വരും. ഇനി 38 36 ഈ ഒരു ഇൻ്റർവെല്ലിൽ തന്നെയല്ലേ വരിക. 38 36 ഇതിൽ തന്നെയാണ് വരുന്നത്. ഇനി 33 32 ഇതിലല്ലേ വരുന്നത്. 33 32 അതിൽ വരും. ഇനി 28 27 ഇതിലാണ് വരുന്നത്. ഈ ഒരു ഇൻ്റർവെല്ലിൽ വരില്ലേ. 27 വരും, 28 ഇതിൽ തന്നെയാണ് വരിക. നെക്സ്റ്റ് 23 ഇതിലാണ് വരുന്നത്. 23 ഈ ഒരു ഇൻ്റർവെല്ലിൽ 20 to 25 എന്നുള്ള ഒരു ക്ലാസ്സിലാണ് വരുന്നത്. ഇനി 26 25 to 30 എന്നുള്ള ഈ ഒരു ക്ലാസ്സിൽ വരും. ഇനി 28 അതിൽ തന്നെയാണ് വരുന്നത്. ഇനി 31 ഇതിലാണ് വരിക. 31 ഇതാ ഈ ഒരു ഇൻ്റർവെല്ലിൽ വരും. ഇനി അപ്പോൾ നമുക്ക് 50 to 55 നമുക്ക് ആവശ്യമില്ലല്ലേ. അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. ഇനി നമുക്ക് ടാലി മാർക്സ് കൗണ്ട് ചെയ്തത് ഫ്രീക്വൻസി ആവൃത്തി എന്താണെന്ന് നോക്കാം അല്ലേ. ആവൃത്തി 2 ഇതോ 5 10 11 ഇതോ 5 10 ഇതോ 5 ആണ് 10 ആണ്.
ഇത് 5, 6. ഇതാണെങ്കിൽ 1 അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? 2 പട്ടണങ്ങളിൽ 2 ടൗൺസിൽ എന്താണ് 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് ടെമ്പറേച്ചർ അല്ലേ? ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. ആൻഡ് 11 പട്ടണങ്ങളിൽ 11 ടൗൺസിൽ 25 to 30 ഇതിൻ്റെ ഇടയിലാണ് എന്തുള്ളത്? ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ കിട്ടി. ഇനി നമുക്ക് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാനാണ് അല്ലേ? ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഇതാണ് ദ ഹൈറ്റ്സ് ഓഫ് 45 പീപ്പിൾ ഹു ലുക്ക് പാർട്ട് ഇൻ എ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആർ ഗിവൺ ബിലോ. അതായത് ശാരീരിക ക്ഷമതാ പരിശോധനയിൽ പങ്കെടുത്ത 45 ആളുകളുടെ ഉയരാണ് ഈ തന്നിട്ടുള്ളത് അല്ലെ? നമ്മുടെ ഒരു ആവർത്തി പട്ടിക ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ കോളം വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഹൈറ്റ്, നമുക്ക് തന്നിട്ടുള്ളത് ഹൈറ്റ് ആണ്, ഇൻ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് എഴുതണം. നെക്സ്റ്റ് ടാലി മാർക്സ് ഫ്രീക്വൻസി അല്ലേ? ആവർത്തി. ഇത് ഉയരാണ്. ഫസ്റ്റ് നമുക്ക് ഉയരം തന്നിട്ടുണ്ട്. ഇനി ടാലി മാർക്സ് എന്ന് പറയുമ്പോൾ അടയാളം, ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ആവർത്തി അല്ലേ? ഇനി നമുക്ക് ആദ്യം ഇതിനെ ഓരോ ക്ലാസ് ആക്കി മാറ്റണം, ഓരോ വിഭാഗമാക്കി മാറ്റണം അല്ലേ? അപ്പോൾ നമുക്ക് ഏത് ഇൻ്റർവെൽ എടുക്കാതെ ഇന്ന് ഇതിൽ നമുക്ക് 148 കാണാം. 140 എൻ്റെ എബവ് അല്ലേ ഇതിൽ കാണുന്നതുള്ളൂ. 140ൻ്റെ ചെറുതായിട്ട് ഒരാൾ പോലും ഇല്ല. എല്ലാവർക്കും 140 അതിൽ കൂടുതലോ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർവെൽ എടുക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ എന്തെടുക്കാം? 140 മുതൽ എടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് 140 to 145 എന്നും നെക്സ്റ്റ് എങ്ങനെ വരിക? 145 to 150 വരും. 150 to 155, 155 to 160 വരും. 160 to 165 വരും. നെക്സ്റ്റ് 165 to 170 വരും. അടുത്തതോ 170 to 175 വരും. നെക്സ്റ്റ് എന്താ വരിക? 175 to 180 വരും. അടുത്തതോ 180 to 185 എന്ന് വരും അല്ലേ? ഇനി നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ടാലി മാർക്സ് ഇടാം. നമുക്ക് തന്ന ഡാറ്റ നോക്കാം, ഹൈറ്റ്സ് നോക്കാം. ഫസ്റ്റത്തെ ആൾ 160 ആണ്. അപ്പോൾ ഇതിലാണ് വരുന്നത് 160. ഇതിലാണോ വരിക? ഇതിലാണോ വരിക? ഇതിലല്ലേ വരിക? 160 ഇതിൽ വരില്ല. 159 വരെ ഇതിൽ വരുള്ളൂ. 160 നമുക്ക് ഈ ഒരു ഇതിൽ വരും. നെക്സ്റ്റ് 145 ആണ്. 145 എവിടെ വരും? ഇവിടെ വരും. 168 168 നമുക്ക് ഇതിലാണ് വരുന്നത്. 168 നമുക്ക് ഈ ഒരു ഇൻ്റർവെല്ലിലല്ലേ വരിക? ഈ ഒരു ക്ലാസ്സിലാണ് വരിക അല്ലേ? ഇനി 156 ഈ ഒരു ക്ലാസ്സിൽ വരും. ഇനി 168.4 ഇത് ഏതിലാണ് വരിക? 168.4 എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലാസ്സിലല്ലേ വരിക? 165 170 ഈ ഒരു ഇൻ്റർവെല്ലല്ലേ 168.4 എന്ന് പറയുമ്പോൾ ഉൾപ്പെടുന്നത്. 168 ഇതിലാണ് പെടുക. അപ്പോൾ 168.4 ഇതിൽ തന്നെയാണ്. ഇനി 170 ഈ ഒരു ഇൻ്റർവെല്ലിലാണ്, ഇതിലല്ല വരുന്നത്. ഇനി 163 അത് ഈ ഒരു ഇൻ്റർവെല്ലിലാണ് വരിക. ഇനി 177 ഇതിൽ വരില്ല, ഈ ഒരു ക്ലാസ്സിൽ വരും. ഇനി നെക്സ്റ്റ് 143 ഇവിടെയാണ് വരുന്നത്. 175 ദാ ഇവിടെയാണ് വരിക. 169 ആണെങ്കിലോ 169 ഇവിടെ വരും. 154 ആണ് നെക്സ്റ്റ് ഉള്ളത്. 154 ഇതിൽ വരും, ഇതിൽ വരും അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ളത് 163 ഇവിടെ വരും. 163 നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വരും. 176 നമ്മൾക്ക് ഈ ഒരു ക്ലാസ്സിൽ വരും. 160.3 ഏതിലാണ് വരുന്നത്? 160.3 എന്ന് പറയുമ്പോൾ 160 നമുക്ക് ഈ ഒരു ഇൻ്റർവെല്ലിലാണ് ഉൾപ്പെടുക. 160.3 ഈ ഒരു ഇൻ്റർവെല്ലിലാണ് അല്ലേ? നെക്സ്റ്റ് 164 ഇവിടെ തന്നെയാണ് വരുന്നത്. ഈ 150 ഈ ഒരു ഇൻ്റർവെല്ലിൽ വരും. നെക്സ്റ്റ് 168 ഈ ഒരു ക്ലാസ്സിൽ വരും. 166 ഈ ഒരു ക്ലാസ്സിൽ തന്നെയാണ് വരുന്നത്. ഇനി 148 ഏതിലാണ് വരുന്നത്? 148 ഈ ഒരു ക്ലാസ്സിൽ വരും. 154 ഈ ഒരു ക്ലാസ്സിൽ വരും ഇല്ലേ? അങ്ങനല്ലേ? കറക്റ്റ് അല്ലേ? 159 ഇവിടെ വരും. ഇനി 164.5 ആണെങ്കിൽ 164.5 ഈ ഒരു ക്ലാസ്സിൽ വരും ഇല്ലേ? ഈ ഒരു വിഭാഗത്തിലാണ് വരുന്നത്. നെക്സ്റ്റ് 165 ആണെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ വരും. 155 ആണെങ്കിലോ 155 ആണെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ വരും. ഇനി 148.2 ആണെങ്കിൽ ഈ ഒരു ക്ലാസ്സിലാണ് വരുന്നത്. ഇനി 158 ആണെങ്കിലോ 158 ആണെങ്കിൽ ഇവിടെ വരും. 174 ഈ ഒരു ക്ലാസ്സിൽ വരും. നെക്സ്റ്റ് 169 എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെയല്ലേ വരുന്നത്? ഇതിലാണ് വരുന്നത്. 168
അവിടെ തന്നെയാണ് വരുന്നത്. ഇനി 165 ഉണ്ട്. അപ്പോൾ 165ഉം ആ ഒരു ക്ലാസ്സിൽ തന്നെയാണ് വരിക അല്ലേ? 165ഉം ആ ഒരു ക്ലാസ്സിൽ തന്നെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ളത് എന്താണ്? 170 അല്ലേ? 170 നമുക്ക് ഇവിടെയാണ് വരുന്നത്. 141 141 നമുക്ക് ഈ ഒരു ഇൻ്റർവെല്ലിലാണ് വരിക. 140 to 145 എന്നുള്ളൊരു ക്ലാസ് ഇൻ്റർവെല്ലിലാണ് എന്ത് വരുന്നത്? 141 വരിക. ഇനി 172.7 അത് ഈ ഒരു ഇൻ്റർവെല്ലിൽ വരില്ല, ഈ ഒരു ക്ലാസ്സിൽ വരും. നെക്സ്റ്റ് 179 ആണെങ്കിലോ? 179 ഇവിടെ വരും. 167 167 നമുക്ക് ഇതിലാണ് വരിക, ഇതിൽ വരും. ഇനി 171 ആണ്. 171 ഇവിടെ വരും. 159 ആണെങ്കിൽ ഇവിടെ വരും. 167 ആണെങ്കിൽ നമുക്ക് ഇവിടെ വരും. 171 ആണെങ്കിലോ? 171 ആകുമ്പോൾ നമുക്ക് ഇവിടെ വരും. 165 ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻ്റർവെല്ലിലാണ് വരിക, ഇതിലല്ല വരിക. ഇനി 171 ആണെങ്കിലോ? ഇവിടെ വരും, ഈ ഒരു ക്ലാസ്സിൽ വരും. ഇനി 167 നെക്സ്റ്റ് 167 ആണ്, അത് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വരും. നെക്സ്റ്റ് ഉള്ളത് 162 നമുക്ക് ഇവിടെ വരും. നെക്സ്റ്റ് ഉള്ളത് 171 ആണ്, അത് ഈ ഒരു ഇൻ്റർവെല്ലിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു തന്ന ഡാറ്റനെ നമ്മൾ മൊത്തം ടാലി മാർക്കാക്കി, ആദ്യം നമ്മൾ ക്ലാസ് ആക്കി എഴുതി, എന്നിട്ട് നമ്മൾ ടാലി മാർക്ക് കിട്ടില്ലേ. ഇനി നമുക്ക് ടാലി മാർക്ക് നോക്കാം. ഫ്രീക്വൻസി എന്താണ് എഴുതാം? 2 ഇത് ജസ്റ്റ് കൗണ്ട് ചെയ്ത് എഴുതാം. 3 3 5 ആയിരിക്കും. ഇത് 5 6 7 ഉണ്ട്. ഇത് 5 10 13. ഇതോ 5 6 7 8. ഇതാണെങ്കിലോ 1 2 3 4 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലേ, അപ്പോൾ നമുക്കിത് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ ഫ്രീക്വൻസി ടേബിൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി ടേബിൾ നമുക്ക് കിട്ടി എന്താണ്? 2 പേര് എന്താണ് 140ഉം 145ൻ്റെയും ഇടയിലാണ് ഹൈറ്റ് വരുന്നത്. 2 പേര് 140 സെൻറ്റിമീറ്ററിൻ്റെയും 145 സെൻറ്റിമീറ്ററിൻ്റെയും ഇടയിലാണ് വെയിറ്റ് വരുന്നത്. അതുപോലെ 3 പേരെന്താണ് 145ൻ്റെയും 150ൻ്റെയും ഇടയിലൊക്കെയാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുന്നതൊക്കെ ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.